ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ആർക്കും പണിയില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരമായിട്ടാണ് എനിക്ക് നേരം വൈകിട്ട് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ. അപ്പോൾ അവൾ ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിനിടയിൽ ഞങ്ങൾ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്തി ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. നേരം വൈകിട്ട് പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ കറങ്ങി വന്നിട്ട് നേരെ അച്ഛനെ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കത്തിച്ച് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അലക്കാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തുണി മാത്രം ഞാൻ വാഷിംഗ് മെഷീനിലിടും. പിന്നെ ബാക്കി നല്ല ഡ്രസ്സുകളൊക്കെ പുറത്ത് കല്ല് തന്നെ കേട്ടോ കഴുകുക. അങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ അകത്ത് പോയി അടിച്ച് വാരാനും തുടയ്ക്കാനും അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് ചായ കൊടുക്കണം. എൻ്റെ മുഖം ഞാൻ എൻ്റെ കഴുകിയിട്ടില്ല കേട്ടോ. ഞാൻ കാണിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുളിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചോറിനായിട്ട് വെള്ളം വെക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് പോയി ചായ ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ ഇതാ ഒരു കുപ്പി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചായ വെച്ചു കഴിഞ്ഞ് അമ്മയ്ക്ക് ഉണ്ടാക്കാനുള്ള ഗോതമ്പ് ദോശയ്ക്കുള്ള നനച്ചൊക്കെ വെച്ച് കഴിഞ്ഞ് പാലൊക്കെ മാറ്റി അതിനുശേഷം അച്ഛനുള്ള ചായയും എടുത്തു. ഇന്നലെ അച്ഛൻ വന്നപ്പോൾ അച്ഛന് പണി സ്ഥലത്ത് ഇടാനായിട്ട് 2-3 ഡ്രസ്സ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലുണ്ടോ എന്നാണ് ചോദിക്കണേ. അങ്ങനെ ബില്ലൊക്കെ നോക്കിയെടുത്ത് കണ്ടുപിടിച്ച ആൾ പോവാറായിട്ടുണ്ട്. അതിന് മുന്നേ ചായ കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദോശ ചൂടാനായിട്ട് വെച്ചു. പിന്നെ ദോശ ചൂടാനായിട്ട് നമ്മൾ ഫ്രൈ പാൻ എടുക്കുമ്പോൾ ഫ്രൈ പാൻ കഴുകി തുടച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് പോലെ. അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഫ്രൈ പാൻ കഴുകാനും പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് ചായ കൊടുത്തു ഗൈസ്. ചോറിനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് അരി അളന്നിടാം. അപ്പോൾ ഞങ്ങളിവിടെ ഗ്ലാസ്സിലാണ് കേട്ടോ അരി അളന്നിടാം. അവിടെ നാഴില്ല. അങ്ങനെ അരിയൊക്കെ അളന്ന് കഴുകാനായിട്ട് പോവാണ് കേട്ടോ. അരിയൊക്കെ ഇട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വാഷ് ബേസിൻ സിങ്ക് അതെല്ലാം ഫുള്ളായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പല്ലേക്കണം. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ 2ാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് നിർത്തി വെച്ചേക്കായിരുന്നു. അങ്ങനത്തെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഇനി നമുക്ക് കണ്ണിന് ചുറ്റും മുഖത്തും 2 സാധനങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് ഫേസിൽ നല്ല മാറ്റമുണ്ട്. ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പോയിട്ട് വന്നപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചാള കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചാള അങ്ങോട്ടേക്ക് നന്നാക്കി എടുക്കാം. കൊടുത്തോ അതല്ല ഞാൻ പറഞ്ഞ നല്ല ചാളയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ചാളയുടെ തലയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വറക്കാനുള്ളതിൽ നമ്മൾ തല എടുക്കും. കറി വെക്കേണ്ടതിൽ നമ്മൾ തല എടുക്കില്ല. സെപ്പറേറ്റ് ചിലപ്പോൾ തല വറക്കൊക്കെ ചെയ്യും. ഇപ്പോൾ ഭക്തിയുള്ള കാരണം തല ഉപ്പിട്ടിട്ട് ഭക്തിക്കാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ കേട്ടോ ചാള നന്നാക്കുക. നിങ്ങളിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ആ മീൻ ഫുള്ളായിട്ട് നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും കൂടി സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അത് വറക്കാനുള്ളതും പിന്നെ കുറച്ച് കറി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഹലോ. അപ്പോൾ അടുക്കളയിൽ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. മീൻ കഴുകണതും കറി വെക്കേണ്ടതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മാങ്ങക്കറി ആയിരുന്നു ഇന്നലെ ഇളയ മോൻ വരുന്ന പറഞ്ഞ് മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല. അതുകൊണ്ട് മാങ്ങക്കറി ഞാൻ തന്നെ കഴിച്ചു. ഞാനും അമ്മയും കുറച്ച് നേരം കിടന്നുറങ്ങി ഗൈസ്. വൈകിട്ട് ഞങ്ങൾ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉള്ളിയും പിന്നെ പനിക്കൂർക്കലൊക്കെ ചതച്ചരച്ച് കഴിച്ചതിന് ശേഷം നേരെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ പാത്രക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കപ്പ്. എനിക്കൊരു കപ്പില്ല. അപ്പോൾ ഞാൻ കപ്പ് വാങ്ങി കൊണ്ടുപോകാനായിട്ട് ആളുടെ നിന്നൊരു കപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റീലിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ കപ്പൊക്കെ വാങ്ങി. അപ്പോൾ അമ്മയും ഞാനും കൂടെ അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കപ്പൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങളെ കണ്ട് അവിടെ താഴെ വന്ന ഡോഗിനെ കണ്ടിട്ട് ഭക്തി പുറത്ത് വന്ന് നിൽക്കുകയാണ് സൗണ്ട് ഉണ്ടാക്കി. അപ്പോഴേക്കും പാണി വന്നു സൗണ്ട് കേട്ടിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറിയറൊക്കെ വന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ പോയി കൊറിയറൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്